വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി. ലൈബ്രറിയൻ, നഴ്സറി ടീച്ചർ തുടങ്ങിയ തസ്തികകളിൽ 122 പേരെയാണ് ഇപ്പോൾ സ്ഥിരപ്പെടുത്തിയത്. ഇറങ്ങിക്കഴിഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ഉമേഷ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ താൽക്കാലിക ജീവനക്കാരുടെ സ്ഥിരപ്പെടുത്തൽ നടപടികൾ നടത്താറുണ്ട്. എന്തായാലും അതുപോലെ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലമാണ്. ഇനി 3 മാസം കഷ്ടിയേ ഉള്ളൂ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് സ്ഥിരപ്പെടുത്തൽ നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു. മന്ത്രിസഭാ തീരുമാനത്തിന്റെ പ്രകാരം ഇപ്പോൾ 122 പേരെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ വിവിധ തസ്തികകളിൽ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. ലൈബ്രറിയൻ തസ്തികയിൽ 86 പേരെയും നഴ്സറി ടീച്ചർ തസ്തികയിലെ 22 പേരെയും ആയയായി പ്രവർത്തിച്ചിരുന്ന 14 പേരെയും സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. 10 വർഷമോ അതിലധികമോ സർവീസ് ഉള്ളവരെയാണ് ഇപ്പോൾ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സ്ഥിരപ്പെടുത്തലോടെ ഒരു വർഷം സർക്കാരിന് 1,08,00,000-ലധികം രൂപയുടെ ബാധ്യത വരും. ഇത് ഈ നടപ്പു വർഷത്തെ ബാധ്യത മാത്രമാണ്. സ്വാഭാവികമായി ഓരോ വർഷം കഴിയുന്തോറും ഇവരുടെ ശമ്പള വർധന അടക്കം നടപ്പാക്കേണ്ടി വരും. സ്വാഭാവികമായി ഈ ബാധ്യതയുടെ കണക്ക് ഉയരുകയും ചെയ്യും. എന്തായാലും ഇത് തദ്ദേശ സ്ഥാപനത്തിലെ മാത്രം തദ്ദേശ സ്ഥാപന വകുപ്പിൽ കീഴിലുള്ള സ്ഥിരപ്പെടുത്തൽ മാത്രമാണ്. ഇനി ഒരുപാട് വകുപ്പുകളിൽ സമാനമായി കാലങ്ങളായി താൽക്കാലിക ജീവനക്കാരായി തുടരുന്നവർ സ്ഥിരപ്പെടുത്തണമെന്നുള്ള ആവശ്യം സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും അതിലും ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. SKN. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.